ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ളോഗ് എടുത്താലോ വിചാരിക്കുന്നുണ്ട്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. അതുമാത്രമല്ല ഇന്ന് നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ട്. കുറേ പിള്ളേഴ്സിൻ്റെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഗ്രാമോത്സവം പരിപാടിയുടെ ഭാഗമായിട്ട് നാട്ടിൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡാൻസിൻ്റെ എല്ലാം ഷോട്ട് എടുത്ത് ഒരു മിനി വ്ളോഗ് പിള്ളേരുടെ കൂടെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേരെത്തിയിട്ടുണ്ട്. കാണിച്ചു തരട്ടെ എല്ലാവരും. ഡാൻസ് അടിച്ചാ പഠിച്ചാ? ഏത് ഡാൻസ്? അപ്പനെയാ? ഫുള്ള് പഠിച്ചാ? എങ്ങനെയുണ്ട് ഡാൻസ്? അയ്യോ, കുഞ്ഞമ്മണി വലിയ മന്ദം നടന്നു വരുന്നുണ്ട്. കുഞ്ഞമ്മണി ഒപ്പനൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞമ്മണി ചായ കുടിച്ചാ? എന്താ ചായക്ക് തിന്നത്? ചായക്ക് എന്തപ്പം? ഇടിയപ്പ. അപ്പ അറിയില്ലേ നീ ആക്കിയത്? എൻ്റെ അമ്മയാ ഗൈസ്. അപ്പം നമ്മൾ പരിപാടി വരുന്നത് 26-നാണ് ജനുവരി. ഒരു 8-9 ഞാൻ ചെയ്യുന്നുണ്ട്. കുറേ ഡാൻസ് ഉണ്ട് കേട്ടോ, 10-15 ആയിട്ടുണ്ട്. അതിൽ കുറച്ച് കുട്ടികളത് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 3 ഡാൻസ് ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 2 രാവിലെ ഒപ്പനയും രംഗപൂജയും, വൈകുന്നേരം 5 മണിക്ക് ചെറിയ കുട്ടികളുടെ കിഡ്സിൻ്റെ പെയർ ഡാൻസാണ്. അപ്പോൾ പിള്ളേരുണ്ട്, പിള്ളേരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുട്ടികളിവിടെ വരാനുണ്ടത്രേ. അപ്പോൾ കാശിയും മിത്തൂട്ടനെല്ലാം ഇടുന്ന ഇങ്ങനെ കുരുത്തക്കെടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അവരിടയ്ക്ക് ഇരുത്തിയിട്ടുണ്ട് ഒരു സ്ഥലത്ത്. പക്ഷേ മിത്തൂട്ടൻ എന്നാക്കുന്നേ വണ്ടിയാ? പുതിയ വണ്ടിയാ? ആര് വാങ്ങി തന്നത്? എവിടുന്ന് വാങ്ങിയത്? ടൂർ പോയിട്ടാ? എനക്ക് വരുമോ വണ്ടി? നിങ്ങൾ ചായ കുടിച്ചാ? രാവിലെ തന്നെ ചായ കുടിച്ചാ? എന്ന് തിന്നേ മിത്തുട്ടനെ നിന്നേ. പത്തളം തിന്നിട്ടോ? പത്തളൊന്നും ഉള്ളേ കറിയൊന്നും തന്നിട്ടേ സീജന ഒന്ന് തന്നിട്ടേ? കറി തന്നിട്ടേ? എന്ത് കറിയുടെ തിന്നത്? മുട്ടക്കറിയാ? മിത്തുട്ടാ കാശ് ഇന്ന് പിട്ടോ? അപ്പൊ നമുക്ക് ഡാൻസ് തുടങ്ങാം. എല്ലാരും കാത്തു നിൽക്കുന്നില്ല, കുറെ ആൾക്ക് അബാക്കസ് ക്ലാസ്സിലുണ്ട്, അങ്ങനെ പോവാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ പിള്ളേരെ? സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ കിടക്ക്? അങ്ങനെ ഒപ്പന കഴിഞ്ഞു ഗൈസ്. ഇനിയിപ്പോൾ രംഗപൂജ ഉണ്ട്. രംഗപൂജക്ക് ആൾക്കാർ വരുന്നത്രേ. 10:30 പറഞ്ഞത്. ഗൈസ് അപ്പോൾ
നമ്മളെ പിള്ളേർക്ക് എല്ലാവർക്കും വ്ലോഗിൽ മുഖം കാണിക്കണം പോലും. അപ്പോൾ എല്ലാവരും പരിചയപ്പെടുത്തണമല്ലോ അവർക്ക് കേട്ടോ. ഇതാര് നിവേദിയുടെ പഠിക്കുന്നേ? എത്ര ക്ലാസ്സില്? ഇതാണ് കുരുത്തം കെട്ടത്, നമ്മളെ ഏറ്റവും കുരുത്തം കെട്ട സാധനം. പറ ആര് പേര് പറ. നൈനിക. നൈനു. നൈനിക എത്രയിൽ പഠിക്കുന്നേ? 3-ലേടാ. തടിയങ്ങൾ സ്കൂൾ സാരഥികള്. അടുത്താണ് അച്ഛത് പറ കേട്ടില്ല. ദീപിക എന്ത് പഠിക്കുന്നേ? 2-ല്. എവിടെ പഠിക്കുന്നേ? യെസ്. അടുത്തത് പ്രമദ. ഇത് നമ്മുടെ പുതുമാരി, അപ്പനയിലെ പുതുമാരിയാണ്. ഓക്കെ. പ്രമദ എത്രയിൽ പഠിക്കുന്നേ? 3-ല്. തടിയങ്ങൾ സ്കൂളില്. എല്ലാവരും തടിയങ്ങൾ സ്കൂളിലാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. എൻ്റെ പണ്ടത്തെ നമ്മളെ ഓർമ്മയാണ് തടിയങ്ങൾ സ്കൂൾ. അപ്പം നമ്മൾ തടിയങ്ങൾ സ്കൂളിലെ കുട്ടികളാണ് എല്ലാവരും. അപ്പം അങ്ങനെ നമ്മുടെ രംഗപൂജക്കാരും വരുന്നുണ്ട്. ഇത് രംഗപൂജയാണ്. എപ്പോഴും നമ്മൾ അവിടുന്ന് ക്ലബ്ബിൽ നിന്നാണ് ഉണ്ടാവില്ല പ്രാക്ടീസ്. ഇപ്പോൾ കുറച്ചാളായി വീട്ടിൽ നിന്നാണ് പ്രാക്ടീസ് വെച്ചത്. അപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അങ്ങനെയാണ് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് പിന്നെ ഫ്രീ ആണല്ലോ. അപ്പം ഓക്കെ. അപ്പം പിള്ളേർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വിളിക്കട്ടെ. ഇതാണ് നമ്മളെ വീട്ടിലെ ഡാൻസർ അൻവിക രജേഷ്. എൻ്റെ ചേച്ചിൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ മോളാണ്. ഓള് ഭയങ്കര ഡാൻസറാണ് കേട്ടോ. PXDയിലെല്ലാം ഡാൻസ് പഠിച്ചിട്ട് ഫുൾ ബ്രേക്കും ഫുള്ള് കളിക്കും. കലോത്സവത്തിനെല്ലാം പോലുണ്ട്. കഴിഞ്ഞ കലോത്സവത്തിന് ഫസ്റ്റ്, സെക്കൻഡ്, അതിനൊക്കെ എത്ര കിട്ടി? ഫസ്റ്റ് കഴിഞ്ഞല്ല, അതിന് മുന്നത്തെ കൊല്ലം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായി. സെൻറ്റ് ബോയ്സിൽ പഠിക്കുന്നത്. ഓൾ അടിപൊളി ഡാൻസാണ്. ഓളാണ് എൻ്റെ പരം എൻ്റെ റീൽസ് പാർട്ട്ണർ. ലൻവിക റീൽസ് പാർട്ട്ണർ. നിങ്ങൾ പഠിപ്പിക്കാനിരുന്നതാ? ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ഡാൻസ് പഠിപ്പിക്കാനിരുന്നു തോന്നുന്നുണ്ട്. കസേര വെച്ചിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നതാ. അടുത്ത ഡാൻസ് നിങ്ങൾ എടുത്തോട്ടാ കേട്ടാ. അനേ അടുത്ത ഡാൻസ് നീ പഠിപ്പിക്കൂലേ? എന്നാ നീ പഠിപ്പിച്ചോ. നൈനു പറയുന്നത് ഗൈസ് യൂട്യൂബിൽ ഇടണോ വേണം ഫോട്ടോ. അവളെ വേറെ തന്നെ ഇടാട്ടാ വീഡിയോ. ഇതാണ് നമ്മുടെ നൈനു. ഞാൻ പറഞ്ഞ കുരുത്തം കെട്ടതാണ് നമ്മളതിൽ. ഇല്ലാട്ടാ പാവാണ് നമ്മളെ. നമ്മളെ കുഞ്ഞാണ്, നല്ല കുഞ്ഞാണ്. വേറെ ഒന്നും പറയാനുണ്ടോ വിശേഷം? ഇത് നമ്മള് രംഗപൂജക്കാരാണ്. അപ്പോൾ കൊടുത്ത് ബാക്കിയുള്ളവര് എഴുതില്ലേ? എന്തേ കണ്ടോത്താ. ഇന്ന് രംഗപൂജക്ക് 3 ആബ്സെന്റ് ആണ്. അതുകൊണ്ട് ഇപ്പം 2 ഇന്നല്ലോ കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അവരെ ജസ്റ്റ് നോക്കാം.
ചെയ്തിട്ടുണ്ട്. ആര് കുഞ്ഞമ്മണി ഇത് കെട്ടി തന്നത്? ഷീന മാമിയ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് ഗൈസ്. കുഞ്ഞമ്മണി നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ബാക്ക് അടിച്ചേ, ബാക്ക് തിരി. അപ്പോൾ ആർക്കെങ്കിലും നന്നായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സമീപിക്കുക. ഷീനയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിലിടാം, ഇതിൽ ടാഗ് ചെയ്യാം. അപ്പോൾ ഫങ്ഷനൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഷീന ചെയ്യും. അടിപൊളി ഉണ്ടല്ലോ കുഞ്ഞമ്മണി. ഇനി ഇങ്ങനെ കിട്ടുന്നു സ്കൂളിൽ പോകുമ്പോ. ഇനി എന്തെങ്കിലും കുഞ്ഞമ്മണി ഭയങ്കര മയങ്ങുന്നുണ്ട്. രണ്ടെണ്ണം തുള്ളിക്കൊണ്ട് വരുന്നുണ്ട്. എന്തിനാ നമ്മ ഇന്ന് ഡാൻസ് ഇല്ല. നിങ്ങൾക്ക് എപ്പോൾ ഡാൻസ് വെച്ചാൽ മതി, ബാക്കി ആർക്കും ഡാൻസ് ഒന്നും വെക്കണ്ടേ? മയങ്ങിയ സംഭവം വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് വന്നതാണ്. സത്യം നിങ്ങൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് വന്നല്ലേ എന്ന് പറയണെങ്കിൽ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് വന്നതാണ്. ഇന്ന് നിങ്ങൾ ഏത് ഡാൻസ് കളിക്കുന്ന പിള്ളേരെ പരിചയപ്പെടുത്തുന്നല്ലേ, എന്തായാലും വന്നല്ലേ. എന്നാ പിന്നെ എല്ലാം പറ, ഡാൻസ് ചെയ്ത് സിനിമത്തത്, സോങ് സിനിമത്തെല്ലാം പറ. പൊട്ടന്മാര് മീശ മാധവൻ. മാധവാ. എന്നിട്ട് എന്നിട്ടൊന്ന് അതിലത്തെ മ്യൂസിക് ഡയറക്ടറിലാര് പാട്ട് പാടിയത്? ഇതൊന്നും അറിയാതെ അതിങ്ങനെ ഡാൻസ് കളിക്കുന്നത് എന്ത് നാട് പിള്ളേരെ. ഇന്ന് ഞാൻ ഇവരിതും പഠിപ്പിക്കുന്നുണ്ട് ഗൈസ്. പറ്റിയാണേ. അപ്പൊ ഇവരത് ചിലമ്പൊലിക്കാറ്റ് ഡാൻസ് ആണ്. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, മിക്സ് ആണ് സിനിമാസ്. അപ്പൊ ഏകദേശം ഇവരതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഡാൻസ് എല്ലാം ഏകദേശം എല്ലാം ഇപ്പൊ ഞാൻ എടുക്കുന്ന മുമ്പായിട്ട് ഏകദേശം ഫിനിഷ് ആക്കി. അതിൽ പ്രാക്ടീസ് നടത്താനുണ്ട്. അത്ര 2 സമയമുണ്ട്. അപ്പൊ വീഡിയോന്റെ അടിയില് കുമ്മനടിക്കുന്ന അൻപിക. ഇതാണ് നമ്മുടെ അന്നൈ വില്ലൻ, ഏറ്റവും വലിയ വില്ലൻ. ഓടി ഓടി. ഓക്കെ, അപ്പോൾ നമുക്കിനി തിങ്കളാഴ്ച കോസ്റ്റ്യൂംസ് എടുക്കാൻ പോകണം. അതിൻ്റെ കോസ്റ്റ്യൂംസ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും കേട്ടോ. നമ്മൾ ബാലൻ ദേവൻ ആർട്സ് നീലേശ്വര നർത്തകി കോസ്റ്റ്യൂംസ് ആണ്. നന്നാ കുടിക്കും. നീ ആക്കിയതാ? ഒരു വെള്ളാക്കി കൊടുത്താണ് ഞാൻ. ടേസ്റ്റ് ഉണ്ടാ? കുറച്ച് എരിവുണ്ട് കുറച്ച്. പിന്നെ അപ്പൊ വേറെ ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്ന് വെറുതെ ഒരു മിനി വ്ളോഗ്, എല്ലാവരും ചെയ്യുന്ന പോലെ ഡെയിലി വ്ളോഗ് ചെയ്യുന്നത് പോലെ ഞാനൊരു ചെറിയ മിനി വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.